ഗോവിന്ദ. കവി എന്ന യോഗീശ്വരൻ ഭാഗവതധർമ്മം പറഞ്ഞു. തതഃ പരാം ശാന്തിമുപൈതി സാക്ഷാത് എന്ന് പറഞ്ഞു. ഈ ശാന്തി ആത്മാവിൻ്റെ സ്വരൂപമാണ്. നമുക്കൊക്കെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി ശാന്തിയുടെ അനുഭവമൊക്കെ ഉണ്ടാവും. അത് രണ്ട് ചിത്തവൃത്തികൾക്ക് നടുവിൽ, രണ്ട് വിഷമങ്ങൾക്ക് നടുവിൽ ചിലപ്പോൾ ഒരു സത്സംഗത്തിലൊരു ശാന്തി. അത് ഈ കുളത്തിൽ പായൽ അങ്ങോട്ട് മാറ്റുമ്പോൾ, ചണ്ടി മാറ്റുമ്പോൾ അടിയിലുള്ള മണൽ കാണുന്ന പോലെയാണ് ഇടയ്ക്ക് നമ്മളുടെ മനസ്സിനെ ഒന്ന് വഴി വിട്ടു തരുമ്പോൾ ഉള്ളിലുള്ള അധിഷ്ഠാനമായ ശാന്തിയെ കുറച്ച് നേരത്തേക്ക് അനുഭവിക്കുന്നത്. വാസ്തവമായത് തന്നെയാണ് അത്. ശാന്തി മനസ്സിൻ്റെ ഒരു വികാരമല്ല. ബാക്കി വികാരങ്ങൾ, ഭാവവികാരങ്ങളൊക്കെ മനസ്സിൻ്റെയാണ്. ചിരിക്കുന്നു, കരയുന്നു, ആനന്ദിക്കുന്നു, എല്ലാം മനസ്സുണ്ട്. ശാന്തി മനസ്സിൻ്റെ അല്ല, മനസ്സടങ്ങുമ്പോൾ വരുന്നതാണ്. നിങ്ങൾക്ക് ഭാവസ്ഥിതിയിലൊന്നും ഒരുപാട് കാലം ഇരിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അത് വികാരമാണ്. അത് ശരീരത്തിനെ സ്പർശിക്കും, നാഡീഞരമ്പുകളെയൊക്കെ സ്പർശിക്കും, എല്ലാം ഉണ്ട്. ശക്തിയാണത്. പക്ഷെ ശാന്തിയാണ്. അത് ശക്തിയല്ല, ശാന്തിയാണ്, ഉപരമമാണ്. അത് നിങ്ങൾക്ക് എത്ര കാലം, അതിന് ടൈമും സ്പേസും ഇല്ല, അതിന് എഫേർട്ടൊന്നുമില്ല, അത് എഫേർട്ട്ലെസ്സാണ്. അതിനെ പിടിച്ചു നിർത്താനുള്ള ഉദ്യമമൊന്നുമില്ല. അത് മനസ്സിൻ്റെ മണ്ഡലത്തിൽ വരുന്നതല്ല ആ വസ്തുസ്ഥിതി. അതാണ് എല്ലാ സാധനങ്ങളും, എല്ലാ അനുഭവങ്ങളും കഴിഞ്ഞ് അവസാനം തതഃ പരാം ശാന്തിമുപൈതി സാക്ഷാത്. ഗീതയിലും ഭഗവാൻ പറഞ്ഞു, ജ്ഞാനത്തിൻ്റെ ലക്ഷണം എന്താ? ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം അചിരേണാധിഗച്ഛതി. ജ്ഞാനത്തിൻ്റെ ലക്ഷണം പരാശാന്തി. നല്ല ശാന്തിയാണ് ജ്ഞാനത്തിൻ്റെ ലക്ഷണം. ഇപ്പോൾ ഹരി എന്ന യോഗീശ്വരൻ വീണ്ടും ചോദിച്ചു, ഭക്തൻ്റെ ലക്ഷണം ചോദിച്ചു. ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഭക്തി ഏത് രൂപത്തിലാണെങ്കിലും ഒരു സ്പിരിച്വൽ ബിഗിനിങ്, ഇറ്റ് ഈസ് ഗുഡ് ഇൻ വാട്ട് എവർ ഫോം. ചെറുതായിട്ടൊരു അമ്പലത്തിലൊരു പൂജയാവട്ടെ, ഒരു നാമജപമാവട്ടെ, നല്ലതാണ്, കുഴപ്പമില്ല. സത്സംഗത്തിൽ വന്നു, കുറച്ച് നേരം ഇരുന്നു, കേട്ടിട്ട് പോയി, കുഴപ്പമില്ല. ആരംഭഭക്തി, ഒരു അമ്പലത്തിൽ പോകുന്നു, നമസ്കരിക്കുന്നു, അതോട് കഴിഞ്ഞു. ഇത് പ്രാകൃത ഭക്തി എന്ന് പറഞ്ഞു. പ്രാകൃത ഭക്തി എന്ന് വെച്ചാൽ ആരംഭഭക്തി. കുഴപ്പമല്ല. നഴ്സറി ക്ലാസ് ആരംഭിച്ചു, ഒരു ഇൻട്രസ്റ്റ് വന്നു. അതാണല്ലോ കുട്ടിക്കാലത്തൊക്കെ നമ്മളെ അമ്പലത്തിൽ പോയിട്ട് വരൂ. ചില വീടുകളിലൊക്കെ അമ്പലത്തിൽ പോയി ദർശിച്ചിട്ട് വന്നിട്ടേ വല്ലതും പാല് കുടിക്കാനോ കാപ്പി കുടിക്കാനോ ഒക്കെ കൊടുക്കുകയുള്ളൂ. അതങ്ങനെ പ്രാക്ടീസാക്കുകയാണ് കുട്ടികളെ. അപ്പം അത് ആരംഭഭക്തി. ഭക്തിയുടെ ആരംഭം ഒരു ക്ഷേത്ര ദർശനം, ഭഗവാനെ അവിടെ പോയി ദർശിക്കൽ, ആ മൂർത്തി, തീർത്ഥം എന്നൊക്കെ പറയും. അങ്ങനെ പോയി ദർശിച്ചിട്ട് വരാം. അർച്ചായാം ഏവ ഹരയേ പൂജാം യശ്രദ്ധയേ ഹതേ. അർച്ചനാവിഗ്രഹത്തിൽ ഒരു ശ്രദ്ധ വരുന്നു, വെറുതെ അല്ല. ചിലപ്പോൾ അമ്പലത്തിൽ പൂജ ചെയ്യുന്നവർക്ക് തന്നെ ശ്രദ്ധയില്ലല്ലോ, അല്ലേ? പല കമ്മ്യൂണിസ്റ്റുകാരും അമ്പലത്തിൽ പൂജ ചെയ്തിരുന്നവരാണ്.
ഇപ്പുറത്ത് അമ്പലത്തിൽ പൂജയും അപ്പുറത്ത് പാർട്ടി പ്രവർത്തനവും ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ എന്താണോ ആദർശം അതിലെങ്കിലും സിൻസിയറായിട്ടിരിക്കണം, ഇല്ലേ? ഇതിപ്പോൾ വെറും ഡിസ്ഹോണസ്റ്റിയാണ്. അപ്പം അങ്ങനെ ആയിരുന്നു പലരും. പക്ഷെ അവർക്ക് പോലും പിന്നീട് കുറേ കഴിയുമ്പോൾ ഉള്ളിൽ ഈശ്വരഭക്തിയും ആ സംസ്കാരത്തിൻ്റെ ബലമായിട്ട് വലിയ വലിയ ആളുകളൊക്കെ വീണ്ടും ഭക്തിമാർഗത്തിലേക്ക് തിരിഞ്ഞു വന്നവരുണ്ട്. അതിൻ്റെ തലപ്പിലിരുന്ന ആളുകളൊക്കെ പിന്നീട് തിരിച്ചു വന്ന് ഭാഗവതവും ദേവീ ഭാഗവതവും മലയാളത്തിലാക്കുകയൊക്കെ ചെയ്ത ഊക്കനൂക്കൻ ആളുകളുണ്ട്. ആരാ? തിരുമുൽപ്പാട്. അവരൊക്കെ അതിൻ്റെ തലപ്പിലിരുന്ന ആളുകളാണ്. ആ സംസ്കാരം ഉള്ളിൽ നിന്ന് പ്രബലമായിട്ട് ഉള്ളിൽ വന്നു. അപ്പോൾ അർച്ചനാമൂർത്തിയിൽ ഒരു ശ്രദ്ധ വരിക, ഒരു ഭക്തി വരിക, ഒരു ആരാധന വരിക, അതും നല്ലതാണ്. അതെങ്കിലും വരട്ടെ. പല ഋഷികൾ തപോബലം കൊണ്ട് പല ദിവ്യക്ഷേത്രങ്ങളിലും ഭഗവാനെ വിഭൂതിയായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, നമുക്ക് നിത്യസത്സംഗത്തിന് വേണ്ടിയിട്ടും. ചിലപ്പോൾ എപ്പോഴും സത്സംഗം കിട്ടിയില്ലെങ്കിൽ അവിടെ പോയാൽ ഒരു സത്സംഗത്തിൻ്റെ പ്രയോജനമാണ്, ശാന്തിയാണ്, ആനന്ദമാണ്. അല്ലാതെ അത് വെറുതെ ഒരു കല്ലിനെ പ്രതിഷ്ഠിച്ചതല്ല. ആ സാന്നിധ്യം പ്രബലമാണെങ്കിൽ അതൊരു സത്സംഗത്തിൻ്റെ പ്രയോജനം ചെയ്യും. അർച്ചായാമേവ ഹരയേ പൂജാം യശ്രദ്ധയേഹത്തെ. അങ്ങനെയാണല്ലോ ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അടുത്തും ശബരിമലയിലും ഒക്കെ ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു രസമില്ലെങ്കിൽ ആളുകൾ പോവുമോ? ഒരു രസം, എന്തോ ഒരു ആനന്ദം അവർക്ക് കിട്ടുന്നത് കൊണ്ടല്ലേ പോകുന്നത്. അതാണ് സത്സംഗം. പൂജാം യശ്രദ്ധയേഹത്തെ ന തദ്ഭക്തേഷു ച അന്യേഷു സ ഭക്ത പ്രാകൃത സ്മൃത. പക്ഷെ അവർക്ക് ഭക്തന്മാരുടെ ഗ്രൂപ്പിലോ സത്സംഗത്തിലോ അതിലൊന്നും രുചി വന്നിട്ടില്ല. അതുകൊണ്ട് അതിനി വ്യാപിച്ചിട്ടില്ല. ക്രമേണ ഈശ്വരഭക്തി, ഈശ്വരഭക്തന്മാരോട് മൈത്രീഭാവം, ഭക്തിയില്ലാത്തവരോട് കൃപ, കുഴപ്പക്കാരായിട്ട് നിന്ദകന്മാരായിട്ടുള്ളവരെ ഉപേക്ഷ, അവരോട് ചണ്ട കൂടാനൊന്നും പോണില്ല. മധ്യമ. ഇത് ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞു. യോഗശാസ്ത്രം പറയുന്നതാണ്, മനസ്സ് ശാന്തമായിട്ടിരിക്കണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ സന്തോഷമായിട്ടുള്ളവരുടെ കൂടെ ചേർന്ന് അവരുടെ സന്തോഷം നിങ്ങളുടെയാണെന്ന് കരുതിക്കോളൂ. സങ്കടപ്പെടുന്നവരുടെ വേദന നിങ്ങളുടെയാണെന്ന് കരുതിക്കോളൂ. നിന്ദിക്കുകയും വെറുക്കുകയും ഒക്കെ ചെയ്യുന്നവരെ ഉപേക്ഷിക്കൂ. കൃപയെ അർഹിക്കുന്നവരോട് കാരുണ്യം എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ പറ്റുമെങ്കിലുമൊക്കെ കാണിക്കൂ. അതുകൊണ്ട് ചിത്തപ്രസാദ എന്ന് പതഞ്ജലി യോഗസൂത്രത്തിൽ പറഞ്ഞു. ചിത്തം പ്രസന്നമാവും. ഈ സൂത്രാശയമാണ് ഭാഗവതത്തിൽ എടുത്തിരിക്കുന്നത്. ഗീതയിലും അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണയേവച്ച. ഇതേ ആശയം തന്നെ. ഫസ്റ്റ് സ്റ്റെപ്പ്, ഒന്നും നമുക്ക് അവർക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല, വെറുക്കാതിരിക്കാമല്ലോ. ആരെങ്കിലുമൊക്കെ വെറുത്താൽ നമ്മുടെ മനസ്സ് അശുദ്ധമാവും. മൈത്രീഭാവം, ഫ്രണ്ട്ഷിപ്പ്, സമാന ബുദ്ധിയുള്ളവരോട് മൈത്രീഭാവം. മൈത്രീഭാവത്തിൽ തന്നെ ഒരു സന്തോഷം വരും. എല്ലാവരും നന്നായിട്ടിരിക്കണോ, എങ്ങനെയിരിക്കും ചോദിക്കുമ്പോൾ തന്നെ സുഖം. കരുണ ഡൈനാമിക്കാണ്. അങ്ങോട്ട് ചെന്ന് അവർക്ക് വേണ്ടത് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക. അപ്പോൾ പ്രേമം ഡൈനാമിക് ആവുകയാണ്. നിർമ്മമോ നിരഹങ്കാര, മമതയുമില്ല അഹന്തയില്ല, അങ്ങനെയുള്ള ആൾക്ക് ഇതൊക്കെ പറ്റുള്ളൂ. അയാളെ ഇപ്പോൾ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്താൽ നമുക്ക് വല്ലതുമൊക്കെ കിട്ടുമോ, നമ്മൾ ഇത്ര ചെയ്തു കൊടുത്തിട്ട് ഒരു നെറിയില്ല എന്നൊക്കെ തോന്നും.
സമദുഃഖ സുഖക്ഷമി. അതിന് സുഖമോ ദുഃഖമോ ഒന്നും പ്രശ്നമല്ല. സന്തുഷ്ട സതതം, എപ്പോഴും സന്തോഷമാണ്. ഇതൊക്കെ ഭക്തൻ്റെ ലക്ഷണം പറഞ്ഞു. ഇത്തരത്തിലുള്ള ഭക്തനെ എനിക്ക് പ്രിയമെന്നാണ്. അതാണ് കുചേലനെ കണ്ടപ്പോൾ ഭഗവാൻ വന്ന് കെട്ടിപ്പിടിച്ച് കോരിത്തരിച്ചൊക്കെ നിന്നത്. അത്തരത്തിലുള്ളൊരു ഭക്തൻ സഭാഗവത. അതുകൊണ്ട് പ്രേമ മൈത്രി കൃപ ഉപേക്ഷ യക്കരോതി സ മധ്യമ, ഇത് മധ്യമ ഭക്തൻ. അപ്പം ഇത് തന്നെ നമുക്ക് ഉത്തമ ഭക്തിയായിട്ട് തോന്നുന്നു അല്ലേ? അപ്പോൾ ഉത്തമ ഭക്തി എന്താ? സർവഭൂതേഷു യഃ പശ്യേത് ഭഗവദ്ഭാവം ആത്മനഃ ഭൂതാനി ഭഗവതി ആത്മനി ഏഷ ഭാഗവതോത്തമഃ. അതിൽ കീവേഡ് ആത്മനഃ എന്നാണ്. ഭഗവാനെ തൻ്റെ ഉള്ളിൽ ആത്മസ്വരൂപമായിട്ട് കണ്ടു. അതേ ഭഗവത് തത്വത്തിനെ സർവഭൂതങ്ങളിലും ആത്മസ്വരൂപമായിട്ട് കണ്ടു. പ്രപഞ്ചത്തിനെ മുഴുവൻ ആത്മാവിൽ കൽപ്പിതമാണെന്ന് കണ്ടു. ഏഷ ഭാഗവതോത്തമ, ജ്ഞാനിയുടെ ലക്ഷണം ഉപനിഷത്ത് എന്തു പറയുന്നു അതാണ് ഇവിടെ പറയണത്. യസ്തു സർവാണി ഭൂതാനി ആത്മനിയേവ അനുപശ്യതി സർവഭൂതേഷു ച ആത്മാനം തതോ ന വിജുഗുപ്സതി. ഈ മന്ത്രം ഇവിടെ ഉപനിഷത്ത് മന്ത്രം ഇവിടെ ശ്ലോകമായിട്ട് മാറി. ആ ദർശനം കൊണ്ട് ജീവൻ മുക്തൻ, ഉത്തമ ഭക്തൻ ആരാണ്? ജീവൻ മുക്തൻ, സ്ഥിതപ്രജ്ഞൻ, ഗുണാതീതൻ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള ഭക്തൻ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പ്രപഞ്ചത്തിനെ ഗ്രഹിക്കുമ്പോഴും വെറുപ്പില്ല, ദ്വേഷമില്ല. യോ ന ദ്വേഷ്ടി ന കാംക്ഷതി. ഗീതയിൽ ഭഗവാൻ പറഞ്ഞു സന്യാസി ആരാണെന്ന് വെച്ചാൽ ജ്ഞേയ സ നിത്യസന്യാസി. അവനെ നിത്യസന്യാസി എന്ന് വെച്ചാൽ എന്താ? ടെമ്പററി സന്യാസി ഉണ്ട് എന്നർത്ഥം. ജ്ഞേയസ നിത്യസന്യാസി യോ ന ദ്വേഷ്ടി ന കാംക്ഷതി. വെറുക്കുന്നില്ല, ഒന്നും ആഗ്രഹിക്കുന്നുമില്ല, ഒന്നിനെയും വെറുക്കുന്നുമില്ല, ഒന്നും ആഗ്രഹിക്കുന്നുമില്ല. അതാണ് നിത്യസന്യാസം എന്ന് പറഞ്ഞു. അപ്പം അത് തന്നെ അവിടെ പറയുന്നത്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് വിഷയങ്ങളൊക്കെ ഉള്ളിലേക്ക് വരുമ്പോഴും യോ ന ദ്വേഷ്ടി ന ഹൃഷ്യതി, ഒന്നും വെറുക്കുന്നില്ല. എന്തെങ്കിലും വരുമ്പോഴേക്കും ഒരുപാട് സന്തോഷിക്കുന്നില്ല. വിഷ്ണോ മായാമിതം പശ്യൻ സവൈ ഭാഗവതോത്തമ, ഇത് വിഷ്ണുവിൻ്റെ മായയാണെന്ന് കാണുന്നു എന്നാണ്. ഈ കാണുന്ന പ്രപഞ്ചവും ഉള്ളിലെ ചിത്തമും വിഷ്ണുവിൻ്റെ മായയാണ്. വിഷ്ണുവിൻ്റെ മായയാണ് പ്രപഞ്ചമായിട്ടും വിശ്വമായിട്ടും ഉള്ളിൽ ചിത്തമായിട്ടും അഭിമാനമായിട്ടും ഒക്കെ ഉദിക്കുന്നത്. ദേഹം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി ഇതൊക്കെ കൊണ്ടുവേണം നമുക്ക് എല്ലാവർക്കും വ്യവഹരിക്കാൻ. ജ്ഞാനിയും അങ്ങനെ തന്നെ, ഒരു മാജിക്കും ഇല്ല. അയാൾക്കും വിശക്കും, അയാൾക്കും ഉറക്കം വരും, അയാളും വ്യവഹരിക്കും. എല്ലാം അദ്ദേഹവും ജനിച്ചു, വളരുന്നു, പരിണമിക്കുന്നു, ക്ഷയിക്കുന്നു, നശിക്കുന്നു. ഇതൊക്കെ സംസാരധർമ്മങ്ങളാണ്. എന്താണ് ഭേദം? അവിമുഹ്യമാനഃ, മോഹിച്ചു പോകുന്നില്ല എന്നാണ്. സ്മൃത്യ, അതെങ്ങനെ? സ്മൃത്യാഹരേഹേ ഭാഗവത പ്രധാന ഹരിസ്മൃതി. ആത്മസ്വരൂപ സ്മൃതി കൊണ്ട് വാസ്തവമായ സത്യത്തിനെ ഓർത്തിരിക്കുന്നത് കൊണ്ട് ഈ ഭ്രമമൊന്നും കണ്ട് മയങ്ങിപ്പോണില്ല, ഈ ഇന്ദ്രജാലമൊന്നും കണ്ട് മയങ്ങിപ്പോണില്ല. മാത്രമല്ല ലോകത്തിൽ വ്യവഹരിക്കുമ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കർമ്മം ചെയ്യുമ്പോൾ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഉള്ളിൽ വരും. ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിന് പുറകിൽ എന്തെങ്കിലും ഒരു കാമന ഉള്ളിൽ കയറിയിരിക്കും. അത് കർമ്മത്തിൻ്റെ ദോഷമാണത്. നമ്മളല്ലാതെയൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാലും ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ അത് കയറും. അപ്പോൾ അതുള്ളവരേക്കും ഫ്രീ ആയില്ല. ന കാമകർമ്മ ബീജാനാം യസ്യ ചേതസി സംഭവ. കാമകർമ്മങ്ങളെ അയാൾ ചെയ്യില്ല, ആഗ്രഹത്തോടു കൂടി ഒരു കർമ്മം ചെയ്യലില്ല. വാസുദേവൈക നിലയ, അയാളുടെ ശരീരം വാസുദേവൻ്റെ അമ്പലമാണ്. സവൈ ഭാഗവതോത്തമ നയസ്യ ജന്മകർമ്മഭ്യാം, ഞാൻ ഇന്ന ഇടത്ത് ജനിച്ച ആളാണ്, ഇന്ന കർമ്മങ്ങൾ ചെയ്തു, ഞാൻ ഇന്ന ഉയർന്ന വർണ്ണത്തിൽ ജനിച്ചു, ഇന്ന ജാതിയാണ്
എന്നുള്ളതിലൊന്നും ദേഹത്തിലെ അഹംഭാവമോ മമഭാവമോ അയാൾക്ക് ജനിക്കുന്നില്ല. മാത്രമല്ല നയസ്യ സ്വഹ പരയിതി വിത്തേഷു ആത്മനിവാഭിതാം. പരമഹംസധർമ്മമാണ്, വ്യവഹാരത്തിൽ സാധ്യമല്ല. എൻ്റെ എന്നോ ഇത് മറ്റുള്ളവരുടെ എന്നോ ആ മുക്തപുരുഷന് ഇല്ല എന്നാണ്. നയസ്യ സ്വഹ പര ഇതി വിത്തേഷു ആത്മനിവാഭിതാം. പരമാചാര്യർ, കാഞ്ചി പരമാചാര്യർ, എനിക്കറിഞ്ഞ ഒരു ഫാമിലി അവർ പോയിരുന്നു. അതിൽ അവർ കണ്ട ഒരു ദൃശ്യമാണ്, ഒരു സ്ത്രീ അവരുടെ മകളെയും കൂട്ടിക്കൊണ്ട് വന്ന് കല്യാണമാണ്. കുട്ടിക്ക് താലി വാങ്ങാനുള്ള പണം പോലും ഇല്ല. അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. സന്യാസി അദ്ദേഹം എന്ത് ചെയ്യും അല്ലേ? അപ്പോൾ പറഞ്ഞു അങ്ങ് പോയി ഉക്കാരെന്ന് പറഞ്ഞു. അവരവിടെ പോയിരുന്നു, ഒരു ഓരത്തിൽ പോയിരുന്നു. കുറേ ആളുകൾ പിന്നെയും വന്നു, പല പേര് വന്നു, പല ആളുകളും പല ആളുകളും. അത് കഴിഞ്ഞ് ഒരു പണക്കാര കുടുംബം വന്നു. ഇതേ കാര്യം, മകൾക്ക് കല്യാണമാണ്, പെരിവ അനുഗ്രഹം എന്ന് പറഞ്ഞ് നല്ല ഒരു സ്വർണ്ണമാല, ഇത് താലിയാണ്, പെരിവ തൊട്ട് അനുഗ്രഹം പണി കൊടുക്കണമെന്ന് പറഞ്ഞു. താലി സ്വർണത്തിൽ കെട്ടി ഉണ്ടാക്കിയിരിക്കുകയാണ്, അനുഗ്രഹം ചെയ്യാണ്. അപ്പോൾ എപ്പോഴാണ് കല്യാണമൊക്കെ ചോദിച്ചു, എല്ലാം ചോദിച്ചിട്ട് അവർ വരാൻ പറഞ്ഞു. ഇത് അവാകിട്ട് കൊടുക്കും, ഇത് അവർക്ക് കൊടുക്കും, പൂർണ്ണമായി ക്ഷേമമായിട്ടിരിക്കും ഈ കുട്ടി, വേറെ ഉണ്ടാക്കി കൊണ്ടുവരൂ, ഞാൻ ആശീർവദിക്കാം, ഇത് അവരുടെ കയ്യിൽ കൊടുക്കണം. അവരും നല്ല ഭക്തന്മാർ, സന്തോഷമായിട്ട് കൊടുത്തു. അപ്പോൾ ഒരു കാമനയും ഉള്ളിലില്ലെങ്കിൽ, നോക്കൂ, കയ്യിലൊന്നും വേണമെന്നൊന്നുമില്ല ഒരാൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുക്കൽ വാങ്ങൽ നടക്കാനേ. അവിടെ കൊടുക്കുക, കാര്യം കഴിഞ്ഞു. വിശ്വഭാണ്ഡത്തിലെല്ലാം ഉണ്ട്. അത് ഒരാളുടെ കയ്യിലുണ്ട്, ഒരാൾക്ക് കൊടുക്കാൻ പറഞ്ഞു, കൊടുത്തു. നയസ്യ സ്വഹ പരയിതി വിത്തേഷു ആത്മനിവാഭിതാം സർവഭൂത സമശാന്തഃ സവൈ ഭാഗവതോത്തമഃ. സർവഭൂതങ്ങളോടും സമം, ഇന്ന ആളെന്നൊന്നുമില്ല, എല്ലാം ഒന്ന് തന്നെ. സവൈ ഭാഗവതോത്തമഃ ത്രിഭുവന വിഭവഹേതവേപി അകുണ്ഠസ്മൃതിരജിതാത്മസുരാധിപിർവിമൃഗ്യാത് ന ചലതി ഭഗവത്പദാരവിന്ദാത് ലവനിമിഷാർദ്ധമപി യസ്സ വൈഷ്ണവാഗ്ര്യഃ ഭഗവത ഉരുവിക്രമാഘ്രിശാഖാനഖമണിചന്ദ്രികയാ നിരസ്തതാപേ ഹൃദി കഥമുപസീദതാം പുനഃ സ പ്രഭവതി ചന്ദ്ര ഇവോദിതേർക്കതാപഃ വിസൃജതി ഹൃദയം നയസ്യ സാക്ഷാത് ഹരിരവശാഭിഹിതോപി അഘൗഘനാശഃ പ്രണയരശനയാം ധൃതാംഘ്രിപദ്മഃ സഭവതി ഭാഗവത പ്രധാനഭുക്തഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഒരധ്യായം വായിക്കും.